ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ ഫൈനൽ സ്റ്റേജിൻ്റെ മാത്സ് ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 0.09 സ്ക്വയർ റൂട്ട് ഓഫ് 0.09 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.81 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 0.144 ഇതിൻ്റെ ആൻസറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. 0.09 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.3 വരും. പ്ലസ് 0.81 എന്ന് പറഞ്ഞാൽ 0.9. 0.144 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.2. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1.2 പ്ലസ് 0.9 പ്ലസ് 0.3. 3 2 5 9 14. 2.4. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1.25 ദ ഹോൾ സ്ക്വയർ മൈനസ് 0.75 ദ ഹോൾ സ്ക്വയർ. എന്തിൻ്റെ ഫോമുല കിടക്കുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? 1.25. ബിയുടെ വാല്യൂ എത്രയാണ്? 0.75. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ. എയുടെ വാല്യൂ എത്രയാണ്? 1.25 പ്ലസ് 0.75 ഇൻറ്റു 1.25 മൈനസ് 0.75. ഇത്ര വരും 2 ഇൻറ്റു 0.5 ഈക്വൽ ടു 4. 392നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യകളോട് ഗുണിച്ചാൽ പൂർണ്ണവർഗം ലഭിക്കും? 392 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഘടകങ്ങളാക്കാം. 2 2 2 19 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 18. 12 എന്ന് പറയുമ്പോൾ 6 12. വീണ്ടും 2 വെച്ചിട്ട് 9 18 8 16. എഗെയിൻ 2 വെച്ചിട്ട് 4 8 9 18 7 7. ഇതൊന്ന് എങ്ങനെ എഴുതാം നമുക്ക്? 2 ക്യൂബ് ഇൻറ്റു 7 സ്ക്വയർ. നമുക്കറിയാം 392 ഈ ഒരു പൂർണ്ണവർഗം ആകണമെങ്കിൽ പവർ, അതായത് ഈ മേളിൽ വരുന്ന സംഖ്യ എപ്പോഴും ഇരട്ട സംഖ്യ ആവണം. ഇവിടെ 2ൻ്റെ മേളിൽ വന്നിരിക്കുന്ന 3 അപ്പോൾ അങ്ങനെ പറ്റത്തില്ല. 2⁴ ആണ് വരേണ്ടത്. അപ്പോൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 45 മൈനസ് 5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 മൈനസ് 2. ബോർഡ് മാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. 45 മൈനസ് 5 40 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 മൈനസ് 2. 40 ഡിവൈഡ് ബൈ 2 20. 20 ഇൻറ്റു 4 80. 80 മൈനസ് 2 78. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 85ാമത്തെ ക്വസ്റ്റ്യൻ 1 മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ബൈ 2. നമുക്കെങ്ങനെ ചെയ്യാം? നമുക്ക് 1 പ്ലസ് 1 ബൈ 2 ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ 2 ആദ്യം ചെയ്യും. അതെന്ത് കിട്ടും? 2 ഇൻറ്റു 1 2 പ്ലസ് 1 3 3 ബൈ 2 കിട്ടും. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 3 ബൈ 2ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 2 ബൈ 3 വരും. അപ്പം 1 മൈനസ് 2 ബൈ 3. എന്തൊരു 3 മൈനസ് 2 1 ബൈ 3. 1 ബൈ 3യുടെ റെസിപ്രോക്കൽ എന്താണ്? 3. $20 സംഖ്യകളുടെ ശരാശരി 35 ആദ്യത്തെ 10 സംഖ്യകളിൽ ഓരോന്നിനോടും 5 കൂട്ടി അടുത്ത 10 സംഖ്യകളിൽ ഓരോന്നിനോടും 3 കുറച്ചാൽ പുതിയ ശരാശരി എത്ര? അപ്പം ആദ്യത്തെ 10 സംഖ്യകളിൽ ഓരോന്നിനോടും 5 കൂട്ടി, അപ്പോൾ +5. രണ്ടാമത്തെ 10 സംഖ്യകളിൽ നിന്നും ഓരോന്നിനോടും 3 കുറച്ചു, അപ്പം -10 ഇൻറ്റു 3. അപ്പം മൊത്തം എത്ര വ്യത്യാസമുണ്ട്? മൊത്തം വന്നത് 20 20 സംഖ്യകളുടെ ആകുമ്പോൾ ആവറേജ് എടുക്കുമ്പോൾ 20 ഡിവൈഡ് ബൈ 20 1. അപ്പോൾ മൊത്തം ആവറേജിൽ ഉണ്ടാകുന്ന വ്യത്യാസം 1 കൂടും. അതായത് ശരാശരി 35 പ്ലസ് 1 36. അടുത്തത് 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് 1 ബൈ 3 ഇൻറ്റു 1 മൈനസ് 1 ബൈ 4 ഇൻറ്റു 1 മൈനസ് 1 ബൈ 100. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നോക്കാം.
1 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 2 മൈനസ് 1 1/2 ഇൻറ്റു 3 മൈനസ് 1 2/3 ഇൻറ്റു 4 മൈനസ് 1 3/4 അങ്ങനെ എക്സെട്ര എത്ര വരെ വരും? 99/100 എന്ന് വരും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് 99 കട്ടായിപ്പോൾ ഇപ്പോൾ 1/100. ഇത് ചെയ്യാതെ തന്നെ എല്ലാവർക്കും അറിയാം 1/100 ആണെന്നുള്ളത്. ഇത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ഫോമുല. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഇതിന് കിട്ടുന്ന എന്തുവാണ്? a² മൈനസ് b² ആണ് എന്തെന്ന് തന്നിരിക്കുന്നത്? 3 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? √x² മൈനസ് 1² ഈക്വൽ ടു 3. അപ്പോൾ √x² എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. എക്സ് √x² എന്താണ്? എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 3 + 1 4. രണ്ട് സംഖ്യകളുടെ LCM 240, HCF 4 ആണെങ്കിൽ ഒന്നാമത്തെ സംഖ്യ 16 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 7. ഇതൊക്കെ എല്ലാ പ്രാവശ്യവും എല്ലാ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുന്നതാണ്. LCM 240, HCF 4, ഒരു നമ്പർ തന്നിട്ടുണ്ട്. നമുക്കറിയാം LCM ഇൻറ്റു HCF ഈക്വൽ ടു നമ്പർ. അപ്പോൾ എന്ത് വരും? 240 ഇൻറ്റു എന്ത് വരും? 4 ഈക്വൽ ടു 16x. 240 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 16. 4 4 വർഷം 16. 64 24 60 ആൻസറായിട്ട് വരുന്നത്. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 60. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കടക്കാരൻ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു. 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 5% ലാഭം കിട്ടുമായിരുന്നെങ്കിൽ വാങ്ങിയ വില എത്ര? അപ്പം നമുക്ക് ഒരു സാധനം 20% നഷ്ടത്തിലാണ് വിറ്റിരിക്കുന്നത്. 60 രൂപ കൂട്ടി വിറ്റിരുന്ന 5% ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് 60% എന്ന് പറയുന്നത്? 25% 60 രൂപ എന്ന് പറയുന്നത്. 25% 60 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ശതമാന വ്യത്യാസം എന്ന് പറയുമ്പോൾ 5% മൈനസ് 20% എന്ന് പറയുന്നതാണ് എന്ത്? 60 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ 25% 60 രൂപയാണെങ്കിൽ 100% എന്താണ്? 60 × 4 240. 2 3 പരസ്പരം മാറ്റുക. 4 6 പരസ്പരം മാറ്റുകയാണെങ്കിൽ 3² + 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 മൈനസ് 3 ഇൻറ്റു 6. ഇപ്പം ആദ്യം തന്നെ നമ്മൾ ഇവർ പരസ്പരം മാറ്റാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ മാറ്റിയിട്ട് ആദ്യം തന്നെ എഴുതുക. അതെങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അപ്പോൾ 2 3 പരസ്പരം മാറ്റുക. അപ്പോൾ 3² എന്ന് പറയുമ്പോൾ എന്താകും? 2³ ആകും. പ്ലസ് 4 6 പരസ്പരം മാറ്റുക. അപ്പോൾ 4ന് പകരം എന്തെടുക്കുക? 6. 2ന് പകരം എന്താ കൊടുക്കേണ്ടത്? ഡിവൈഡഡ് ബൈ 2ന് പകരം കൊടുക്കേണ്ടത് 2 3 പരസ്പരം മാറ്റാനാവാതിരിക്കുന്നത്. അപ്പോൾ 2ന് പകരം 3 മൈനസ് 3ന് പകരം എന്ത് കൊടുക്കും? 2 ഇൻറ്റു 6. ബോട്ട് മാസ് വെച്ച് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വരും? ബ്രാക്കറ്റ് ഓഫ് ഇല്ല, ഡിവിഷൻ. 6 ഡിവൈഡ് ബൈ 3 2. 2³ 8 മൈനസ് 2 ഇൻറ്റു 6. അപ്പോൾ ആൻസർ കിട്ടുന്നത് എത്രയാണ്? 2 ഇൻറ്റു 6ന് പകരം എന്താക്കണം എന്നാണ് പറഞ്ഞത്? 6ന് പകരം 4 ആക്കണമായിരുന്നു. 6ന് പകരം 4. അപ്പോൾ 2 ഇൻറ്റു 4 വരും. ഓക്കെ, അപ്പം 8 + 2 - 8. ഇത് രണ്ടും ക്യാൻസൽ ആവും. ആൻസർ 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 132 156 90 എത്രയാണ്? 132നെ നമുക്ക് എങ്ങനെ എഴുതാം? 132നെ നമുക്ക് 11 × 12. 156 നമുക്ക് എങ്ങനെ എഴുതാം?
12 ഇൻറ്റു 13. 90 നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഇൻറ്റു 10. അടുത്ത എന്തായിരിക്കും? 10 ഇൻറ്റു 11 110. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം 3:. എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം എത്രയാണ്? 3:5. അപ്പോൾ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 3x 5x. 3x ഉണ്ട് 5x ഉണ്ട്. 6 വർഷം കഴിയുമ്പോൾ അംശബന്ധം 5:6 ആവും. അപ്പം 6 വർഷം കഴിയുമ്പോൾ എന്താണ്? 3x + 6 ഡിവൈഡഡ് ബൈ 5x + 6 എന്ന് പറയുന്നത് 5/7. ഇനി നമുക്ക് എയുടെ വയസ്സാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അതായത് 3x + 6 ഇൻറ്റു 7 ഈക്വൽ ടു 5 ഇൻറ്റു 5x + 6. അപ്പം 7 3 21x ഈക്വൽ പ്ലസ് 7 42 സമം 25x പ്ലസ് 30 വരും. ഇനി നമുക്ക് എക്സിനെ എല്ലാത്തിനും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മതി. നമ്പറല്ല ഒരു സ്ഥലം. 42 - 30 എന്ന് പറയുമ്പോൾ എത്ര വരും? 42 - 30 സമം 42 - 30 സമം എന്ത് കിട്ടും? 25 21 പറയുമ്പോൾ 4x. 12 സമം 4x. x സമം 3 എന്ന് കിട്ടി. ഇപ്പോഴത്തെ എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? എയുടെ വയസ്സ് 3 ആണെന്നറിയാം. 3x ആണ്. അപ്പോൾ 3 9 ആൻസറായിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നത് ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുക. രോഗമുക്തി, ചികിത്സ, രോഗം, പരിശോധന, ഡോക്ടർ. ഇതിൻ്റെ ആൻസർ 3 ആണ് വരുന്നത്. സി ആണ് വരുന്നത്. ആദ്യം വരുന്നത് രോഗം. പിന്നെ രോഗം വരുമ്പോൾ എന്ത് ചെയ്യും? ഡോക്ടറിൻ്റെ ഒക്കെ പോകും. ഫസ്റ്റ് രോഗം വന്നു, ദെൻ ഡോക്ടറിൻ്റെ ഒക്കെ പോയി ദെൻ പരിശോധന നടത്തി, അത് കഴിയുമ്പോൾ ചികിത്സ ചെയ്ത് ദെൻ രോഗമുക്തി. ഇങ്ങനെയാണ് ഓപ്ഷൻ സി. അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് 784 × 4 ക്യൂബ് ഡിവൈഡ് ബൈ 7 × 2 ക്യൂബ്. 784 എന്ന് പറയുന്നത് 28ൻ്റെ സ്ക്വയറാണ്. ഇനി 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64ആണ്. 7 × 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8 8 64. 7 4 28. 8 4 32. അടുത്ത ക്വസ്റ്റ്യൻ ഇത് കണ്ടോ? 4 9 8 18 12 27 16. ഇത് നോക്കാം. 4 കഴിഞ്ഞ് 8 8 കഴിഞ്ഞ് 12 12 16. അപ്പം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത്. 4 4 2 8 4 3 12 4 16. അടുത്തെന്ന് പറഞ്ഞാൽ 9ൻ്റെ മൾട്ടിപ്പിളാണ് വരുന്നത്. 9 2 18 9 3 27. അങ്ങനെയാണ് വരുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനിയും 21ാമത്തെ പദം എന്ന് പറയുന്നത് 11ാമത്തെ പൊസിഷനിൽ വരുന്നതാണ്. 21ാമത്തെ പദം എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്തിൽ 11ാമത്തെ പൊസിഷനിൽ വരുന്നതാണ്. 21ാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തിൽ 11ാമത്തെ പൊസിഷനിൽ വരുന്നതാണ്. അപ്പോൾ എന്ത് വരും? 11 എന്ന് പറയുമ്പോൾ ഏത് പൊസിഷനിൽ? ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന ഏതാണ്? 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 11 × 4 = 44. അഭാജ്യ സംഖ്യ അല്ലാത്തത് 21. 7 3 21. അഭാജ്യ സംഖ്യ അതാ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പറും 1 മാത്രമേ ഫാക്ടറായിട്ട് വരത്തുള്ളൂ. 2 × 2x + 3 ഡിവൈഡ് ബൈ 3 + 10 2 × x - 2 ആയാൽ എക്സിൻ്റെ വില എത്രയാണ്? 2 4x പ്ലസ് 3 3 2 6 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 30 ഈക്വൽ ടു 3 2 6 ×
എക്സ് മൈനസ് 2 വരും. അപ്പോൾ 4x പ്ലസ് 36 ഈക്വൽ ടു 6x പ്ലസ് 6. അപ്പോൾ 30 ഈക്വൽ ടു 36 മൈനസ് 6 വരും. 30 ഈക്വൽ ടു 2x. ഒന്നുകൂടെ എഴുതാം. ടു ഇൻറ്റു 2x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് 10 കിട്ടും. അപ്പോൾ 2 4 4x പ്ലസ് 3 6 ഈക്വൽ ടു 3 ഇൻറ്റു 2x മൈനസ് 4 പ്ലസ് 10. ഓക്കെ, അപ്പോൾ 4x ഈക്വൽ ടു 6x മൈനസ് 12 പ്ലസ് 30. ഓക്കെ, 2x ഈക്വൽ ടു ഇപ്പോൾ 30 12 പോകുമ്പോൾ എത്രയാണ്? 30 മൈനസ് 12 18. എന്തൊരു മിസ്റ്റേക്ക്, സംതിങ് കട്ട് ചെയ്യല്ലേ. ഇവിടെ ശ്രദ്ധിച്ചോ. ഫോർ എക്സ് പ്ലസ് 6 പ്ലസ് 30 ഈക്വൽ ടു 6x മൈനസ് 12 എന്ന് വരും. അപ്പോൾ 48 ഈക്വൽ ടു 2x. ഇപ്പോൾ 24 ഈക്വൽ ടു x എന്ന് കിട്ടി. തുടർച്ചയായ മൂന്ന് ഇരട്ട സംഖ്യകളുടെ ആദ്യ സംഖ്യകളേക്കാൾ 30 കൂടുതൽ ആണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏത്? തുടർച്ചയായ മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയേക്കാൾ 30 കൂടുതലാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സംഖ്യ 30, ആദ്യത്തെ സംഖ്യ x. ഫസ്റ്റ് സംഖ്യ x, അടുത്ത സംഖ്യ x പ്ലസ് 2, അടുത്ത സംഖ്യ x പ്ലസ് 4. ഇപ്പം തുകയെന്ന് പറയുമ്പോൾ എന്ത് വരും? x പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 4 ഈക്വൽ ടു എത്ര വരും? ഈക്വൽ ടു 30 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ 1 2 3x പ്ലസ് 6 = 30. പിന്നെന്താ? 3x പ്ലസ് 6 = 30. അപ്പോൾ 3x ഈക്വൽ ടു 24 എന്ന് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 8 എന്ന് കിട്ടും. x ഈക്വൽ ടു 3x ഈക്വൽ ടു 24, 3x പ്ലസ് 6 ഈക്വൽ ടു x പ്ലസ് 13 തന്നിട്ടുണ്ട്.
തുടർച്ചയായ 3 ഇരട്ട സംഖ്യയുടെ തുക ആദ്യ സംഖ്യയേക്കാൾ 30 കൂടുതലാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തുകയെന്ന് പറയുമ്പോൾ എന്താണ്? 3x + 6 = 30 ആണ്. x = 12 വരും. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ 16 ആണ് വരുന്നത്. 12 + 4 = 16. ഓക്കെ, താങ്ക് യു.